ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. സമീപകാലത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ചില വിമർശനങ്ങളൊക്കെ പോർച്ചുഗൽ ദേശീയ ടീമിൻ്റെ കാര്യത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാത്തപ്പോൾ പോർച്ചുഗൽ ദേശീയ ടീം മികച്ച രൂപത്തിൽ കളിക്കുന്നു, കൂടുതൽ ഒത്തൊരുമയോടുകൂടി കളിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളായിരുന്നു ലഭിച്ചിരുന്നത്. ബ്രൂണോ ഫെർണാണ്ടസ് അതിനോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരു അഭിപ്രായമുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ തന്നെ കുറ്റമാണ് എന്നായിരുന്നു ബ്രൂണോ ഫെർണാണ്ടസ് പറഞ്ഞിരുന്നത്. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ദേശീയ ടീമിലെ പ്രാധാന്യത്തെക്കുറിച്ച് മറ്റൊരു പോർച്ചുഗൽ താരമായ ട്രിൻകാവോയോട് ചോദിച്ചിരുന്നു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നും ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ മറുപടി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എത്ര വിമർശിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾ എത്ര അറ്റാക്ക് ചെയ്തിട്ടും കാര്യമില്ല, അതിനെല്ലാം പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാനും മറുപടി നൽകാനും ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിയുമെന്ന് ട്രിൻകാവോ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ക്രിസ്ത്യാനോയാണ്. അദ്ദേഹം എന്തൊക്കെ നമുക്ക് നൽകുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എതിർ ടീമുകൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. മാത്രമല്ല, അദ്ദേഹത്തെ മാർക്ക് ചെയ്യാൻ ഒന്നിലധികം താരങ്ങളെ നിയോഗിക്കുകയും ചെയ്യുന്നു. ആളുകൾ അദ്ദേഹത്തെ ആക്രമിക്കുകയും വിമർശിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ അദ്ദേഹം എപ്പോഴും പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരികയും ഇതിനെല്ലാം മറുപടി നൽകുകയും ചെയ്യാറുണ്ട്. ഇതാണ് ട്രിൻകാവോ പറഞ്ഞിട്ടുള്ളത്. അതായത് പോർച്ചുഗൽ ദേശീയ ടീമിനകത്ത് ഇപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പ്രസക്തിയുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എതിരാളികൾ റൊണാൾഡോയെ വളരെയധികം പേടിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തെ മാർക്ക് ചെയ്യാൻ വേണ്ടി കൂടുതൽ താരങ്ങളെ എതിരാളികൾ നിയോഗിക്കാറുണ്ട്. അതെല്ലാം പോർച്ചുഗൽ ദേശീയ ടീമിന് സഹായകരമാണ് എന്നാണ് ട്രിൻകാവോ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ മാർച്ച് മാസത്തിൽ 2 സൗഹൃദ മത്സരങ്ങളാണ് പോർച്ചുഗൽ കളിക്കുക. ആദ്യ മത്സരത്തിൽ മെക്സിക്കോയും രണ്ടാമത്തെ മത്സരത്തിൽ അമേരിക്കയുമാണ് പോർച്ചുഗലിന്റെ എതിരാളികൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.